വെൽക്കം ടു ടൈം ടു ഫ്ലൈ ചാനൽ. പരിസ്ഥിതി ക്യൂസ് പാർട്ട് 4. വേമ്പനാട്ടുകായലിന് നടുവിലുള്ള പ്രസിദ്ധമായ ദ്വീപ് ഏതാണ്? പാതിരാമണൽ ദ്വീപ്. വേമ്പനാട്ടുകായലിന് നടുവിലുള്ള പ്രസിദ്ധമായ ദ്വീപ് ഏതാണ്? പാതിരാമണൽ ദ്വീപ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം? ആറളം വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം. വൻ വൃക്ഷങ്ങളെ മുരടിപ്പിച്ച് വളർത്തുന്ന രീതി അറിയപ്പെടുന്നത്? ബോൺസായ്. വൻ വൃക്ഷങ്ങളെ മുരടിപ്പിച്ച് വളർത്തുന്ന രീതി അറിയപ്പെടുന്നത് ബോൺസായ്. പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ? വയനാട്. പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് ഏതു ജില്ലയിൽ? വയനാട് ജില്ലയിൽ. കേരളത്തിലെ ആദ്യ പരിസ്ഥിതി മാസിക ഏത്? മൈന. കേരളത്തിലെ ആദ്യ പരിസ്ഥിതി മാസിക ഏത്? മൈന. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? തണ്ണീർത്തടങ്ങൾ. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? തണ്ണീർത്തടങ്ങളാണ് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത്. സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം? 1980. സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1980. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര്? രാജീവ് ഗാന്ധി. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര്? രാജീവ് ഗാന്ധി. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത്? ചിന്നാർ. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാർ. 2012 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പർവ്വതനിരകൾ ഏതാണ്? പശ്ചിമഘട്ടം. 2012 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പർവ്വതനിരകൾ ഏതാണ്? പശ്ചിമഘട്ട മലനിരകൾ. ലോക ഭക്ഷ്യ ദിനം എന്നാണ്? ഒക്ടോബർ 16. ലോക ഭക്ഷ്യ ദിനം എന്നാണ്? ഒക്ടോബർ 16. നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? 2006. നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? 2006. ലോക പരിസര ദിനം എന്നാണ്? ഒക്ടോബർ 7. ലോക പരിസര ദിനം എന്നാണ്? ഒക്ടോബർ 7. ലോക വന ദിനം എന്നാണ്? മാർച്ച് 21. ലോക വന ദിനം എന്നാണ്? മാർച്ച് 21. ലോക ജലദിനമായി ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് 22. ലോക ജലദിനമായി ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് 22. ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ചരൺ സിംഗ്. ഡിസംബർ 23-നാണ് ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത്. അത് ചരൺ സിംഗിൻ്റെ ജന്മദിനമാണ്. കാടവിട മക്കളെ മേടവിട മക്കളെ ആരുടേതാണ് ഈ വരികൾ? അയ്യപ്പ പണിക്കരുടെ വരികളാണിത്. കാടവിട മക്കളെ മേടവിട മക്കളെ എന്നുള്ള വരികൾ അയ്യപ്പ പണിക്കരുടേതാണ്. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം? പൂക്കോട്ട് തടാകം, വയനാട്. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം പൂക്കോട്ട് തടാകം, വയനാട് ജില്ല. മണ്ണിനെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത്? പെഡോളജി. മണ്ണിനെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത് പെഡോളജി. യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം ഏത്? കുരുമുളക്. യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം ഏത്? കുരുമുളക്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്? പീച്ചി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി, തൃശ്ശൂർ. ഡോക്ടർ സാലിം അലി സാങ്ച്വറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഗോവ. ഡോക്ടർ സാലിം അലി സാങ്ച്വറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗോവ. ലോകത്ത് ആദ്യമായി ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാഷ്ട്രം? റഷ്യ. ലോകത്ത് ആദ്യമായി ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാഷ്ട്രം? റഷ്യ. ചെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം? ഗ്ലൂസ്ട്രാ ട്രാവൻകൂറിക്ക. ചെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം
ഗ്ലൂസ്ട്രാ ട്രാവൻകൂറിക്ക. സ്ട്രോബിലാന്തസ് കുന്തിയാന ഏതു പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ്? നീലക്കുറിഞ്ഞി. സ്ട്രോബിലാന്തസ് കുന്തിയാന ഏതു പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ്? നീലക്കുറിഞ്ഞി. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം? നെയ്യാർ. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം നെയ്യാർ.